പ്രണയിനി ഭാഗം 7. ഡി കീർത്തു, നീ എന്തായി കാണിച്ചേ? ശില്പയെ അടിച്ചത് കണ്ട നന്ദൻ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് കീർത്തിയെ അടിക്കാനൊരുങ്ങിയപ്പോൾ തന്നെ അതുവരെ മിണ്ടാതെ നിന്ന അപ്പു കീർത്തുവിൻ്റെ മുന്നിൽ വന്ന് നിന്ന് നന്ദൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പെണ്ണിനെ അടിക്കാൻ മാത്രം നീ ആയിട്ടില്ല നന്ദകിഷോറെ. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കുമെന്ന് പറയുന്നത് പോലെ നിനക്ക് ഈ ജന്മം ഇവളെ മനസ്സിലാകില്ല. അതിനുള്ള ബുദ്ധി നിനക്ക് വരുമ്പോഴേക്കും വളരെ വൈകിയിരിക്കും. ദേഷ്യത്തോടെ അപ്പു അത് പറഞ്ഞപ്പോൾ നന്ദന് അതിയായ ദേഷ്യം വന്നുവെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം കൂടുകയുള്ളൂ എന്ന ഓർമ്മയിൽ അവൻ അവർ ഇരുവരെയും ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് കവിളിൽ കൈവച്ച് വേദനയോടെ നിൽക്കുന്ന ശില്പയ്ക്കരികിൽ ചെന്നു. അവൻ അവളുടെ കവിളിൽ തലോടി കൊടുക്കുന്നതും സമാധാനിപ്പിക്കുന്നതും ഒക്കെ കണ്ട അപ്പുവും കീർത്തുവും ഇരുവരെയും പുച്ഛത്തോടെ നോക്കി നിന്നു. കുറച്ചു നേരത്തിന് ശേഷം ശില്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നന്ദൻ അപ്പുവിനെ ശ്രദ്ധിക്കാതെ കീർത്തുവിൻ്റെ മുന്നിൽ ചെന്നു നിന്നു. ഡി, ഇന്ന് നീ ചെയ്തതിന് നിനക്ക് ഞാൻ നല്ലൊരു ശിക്ഷ തന്നെ തരുന്നുണ്ട്. ഒരു കാരണമില്ലാതെയാണ് നീ ഇന്ന് ഇവളെ തല്ലിയിരിക്കുന്നത്. ഏട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് തുല്യമാണെന്ന് നിനക്കറിയില്ലേ? പോരാത്തതിന് ഇവൾ ഗർഭിണിയും. നന്ദൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കീർത്തു പതിയെ അവർക്കടുത്തേക്ക് നടന്നു. ശേഷം ശില്പയുടെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിക്കൊണ്ട് അവളുടെ കാതിലായി പറഞ്ഞു, എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ഇയാളോടുള്ള നിന്റെ ആസക്തിയാണ് ഈ ദിവ്യഗർഭമെന്ന് എനിക്ക് നന്നായി അറിയാം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നിന്റെ ഈ കാമക്കണ്ണുകൾ ഇനിയും എൻ്റെ അപ്പുവേട്ടൻ്റെയോ അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആരുടെയെങ്കിലും നേരെ വീണാൽ അടിക്കുകയല്ല, കൊല്ലും ഞാൻ നിന്നെ. കത്തുന്ന കണ്ണുകളോടെ പറയുന്നവളെ ഉമിനീരിറക്കി നോക്കി നിൽക്കാനേ അപ്പോൾ ശില്പയ്ക്കായുള്ളൂ. ഒരു കാലത്ത് നിങ്ങൾ എനിക്കെല്ലാമായിരുന്നു. പക്ഷെ എന്ന് നിങ്ങൾ എൻ്റെ ആരുനെ തള്ളി പറഞ്ഞോ അന്ന് മരിച്ചതാണ് എൻ്റെ ഏട്ടൻ. ഇപ്പോൾ ഉള്ളത് പാവയാണ്, കഥ അറിയാതെ ആട്ടം കാണുന്ന വെറും പാവ. എന്തായാലും ഇപ്പോൾ വന്നതിൽ വളരെ സന്തോഷം. പക്ഷെ ഇനി ഒരിക്കലും എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത് രണ്ടുപേരും. അതേ ദേഷ്യത്തിൽ നന്ദനെ നോക്കി പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ എന്തിനോ വേണ്ടി ഒന്ന് നിറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ മുന്നിൽ തോക്കാൻ മനസ്സില്ലാത്തതുപോലെ അവൾ ആ കണ്ണുനീർ മറച്ചു പിടിച്ചു. എന്നാൽ അത് കണ്ട അപ്പു കീർത്തുവിനെ അവൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചിരുന്നു. ഇവൻ കൂടെ ഉള്ളതിൻ്റെ അഹങ്കാരമാണ് നന്ദ ഇവൾക്ക്. ഇവിടെ നിന്ന് വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അതാണ് വേണ്ടത്. എന്നാലേ ഇവൾ എന്നെയും നിന്നെയുമൊക്കെ അനുസരിക്കുകയും സ്നേഹിക്കുകയുമുള്ളൂ. കീർത്തുവിനെ ചേർത്ത് പിടിച്ച അപ്പുവിൻ്റെ കൈകളിലേക്കും അവൾ ചേർന്നിരിക്കുന്ന അവൻ്റെ നെഞ്ചിലേക്കും നോക്കി പകയോടെ ശില്പ പറഞ്ഞപ്പോൾ നന്ദൻ ഒന്ന് മൂളിക്കൊണ്ട് അവളെയും കൊണ്ട് അവിടെ നിന്ന് ഒന്നും പറയാതെ നടന്നു നീങ്ങി. ആ സമയം അവർ പറഞ്ഞു പോയതിൻ്റെ അർത്ഥം മനസ്സിലായ കീർത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയപ്പോൾ അവൻ അവളെയും കൊണ്ട് നേരെ തൻ്റെ ക്യാബിനിലേക്ക് പോയി. അവിടെ എത്തി ഡോർ ക്ലോസ് ചെയ്ത് അവൻ വിതുമ്പിക്കരയുന്ന കീർത്തുവിൻ്റെ ഇടുപ്പിൽ കൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. കീർത്തുവിനെ തിരികെ ചുംബിക്കാൻ അനുവദിക്കാതെ അവളുടെ ചുണ്ടും നാവും ഒരുപോലെ അവൻ നുണഞ്ഞെടുത്തു. അപ്പോൾ അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കീർത്തി. കുറച്ചു നേരത്തിന് ശേഷം അവളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് അപ്പു അവളെ വിളിച്ചപ്പോൾ കീർത്തു നിറഞ്ഞ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവനെ നിന്ന് നോക്കി. നിനക്ക് തോന്നുന്നുണ്ടോടാ, അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ഞാൻ നിന്നെ വിട്ടുകൊടുക്കുമെന്ന്? നീ എൻ്റെ പ്രാണനല്ലേടി. പിന്നെ ഇപ്പോൾ പോയ ആ ഭ്രാന്തി പറയുന്നതൊന്നും നീ കേൾക്കേണ്ട. അവളുടെ വിചാരം എല്ലാവരും ആ നന്ദനെ പോലെയാണെന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് അധികം വൈകാതെ അവൾക്ക് മനസ്സിലാകും. ഇപ്പോൾ എൻ്റെ കൊച്ചൊന്നുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ. അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസത്തോടെ അവളൊന്ന് തലയാട്ടി. അപ്പുവേട്ടാ, അവർ രണ്ടുപേരും ഇവിടേക്ക് വന്ന കാര്യം ഒരിക്കലും ആരും അറിയാൻ പാടില്ല. അത് അവളെ കൂടുതൽ വിഷമിക്കുകയേ ഉള്ളൂ. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കീർത്തു പറഞ്ഞപ്പോൾ അപ്പു ഗൗരവത്തോടെ ഒന്ന് തലയാട്ടി. പിന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചെയറിലിരുന്നു. അവളെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി. അത് കണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു. ഇതേ സമയം സാമുവലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു ആരോ. പക്ഷെ അവളിൽ തന്നെ നോട്ടം വായിച്ചുകൊണ്ട് അവിടെ സോഫയിലിരിക്കുന്ന എഡ്വിയെ ശ്രദ്ധിക്കും തോറും അവളിൽ ആകെ ഒരു വെപ്രാളമായിരുന്നു. മോൾ ഇവിടെ ഇരുന്ന് ഈ ഫയൽസൊക്കെ ഒന്ന് വിശദമായി നോക്കി അതിൻ്റെ കണക്ക് വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ചേർക്കണം കേട്ടോ. എനിക്കൊന്ന് അത്യാവശ്യമായി പുറത്തു പോകാനുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ എഡ്ഡിയോട് ചോദിച്ചാൽ മതി. ഉച്ചയ്ക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇവനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. കേട്ടല്ലോ? ശ്രദ്ധിക്കണേ. സാമുവൽ അത് പറഞ്ഞപ്പോൾ പെട്ടു എന്ന രീതിയിൽ ആര് നിന്നെങ്കിലും ഒരു ലോട്ടറി അടിച്ച കണക്കെ സന്തോഷം കൊണ്ടിരിക്കുകയായിരുന്നു എഡ്വി. പക്ഷെ ഇപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിച്ചാൽ ഡാഡി അത് കുളമാക്കുമെന്നറിയാവുന്നത് കൊണ്ട് അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് പോലെ ഒന്ന് ആക്ട് ചെയ്തു. അങ്ങനെ വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്ത് സാമുവൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ അയാൾക്കൊപ്പം എഡ്ഡിയും പുറത്തേക്ക് പോയിരുന്നു.
അത് കണ്ട് ആരു ആശ്വാസത്തോടെ അവിടെയുള്ള ചെയറിൽ പോയിരുന്ന് ആ ഫയൽ നോക്കി എല്ലാം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ക്ഷീണം കാരണം അവൾക്കാകെ കഴുത്തും കൈയും ഒക്കെ വേദനിച്ചപ്പോൾ ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. ബാഗ് തുറന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. ശേഷം തിരിച്ച് ചെയറിൽ പോയിരുന്ന് അവിടെയുള്ള ടേബിളിൽ തലവെച്ച് കിടന്നു. ആ കിടത്തത്തിനിടയിൽ എപ്പോഴോ അവളുടെ മിഴി ഉറക്കത്തെ തേടിയിരുന്നു. ഇതേസമയം പുറത്ത് വെറുതെ ഒന്ന് ചുറ്റിയടിച്ച് വന്ന എഡ്വിൻ കാണുന്നത് ടേബിളിൽ തലവെച്ചുകൊണ്ട് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആരുവിനെയാണ്. ഒരു നിമിഷം ഡോർ ഹാൻഡിലിൽ കൈവച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. പിന്നെ ഒരു കുസൃതി ചിരിയോടെ ഡോർ ക്ലോസ് ചെയ്ത് അവൾക്കരികിലേക്ക് നടന്നു. അവൾക്കരികിലായി തന്നെ ചെയറിൽ ചെന്നിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ തുടികൊട്ടുന്നുണ്ടായിരുന്നു. ഹോ, എൻ്റെ ബൊമ്മക്കുട്ടി, നീ എന്താടി വല്ല മന്ത്രവാദിനി എങ്ങാനുമാണോ പെണ്ണെ? ഒറ്റ നിമിഷം കൊണ്ടല്ലേ ദേ ഈ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയത്. ഉഫ്, ഈ ഉണ്ടക്കവിളും എന്നെ കാണുമ്പോൾ പിടച്ചലുടെ 4 ഭാഗത്തും ഓടി നടക്കുന്ന ഈ മിഴികളും ഈ കുഞ്ഞു മുഖവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ. ഇനി നിന്നെ ഞാൻ എൻ്റെ കൺമുന്നിൽ നിന്ന് എവിടേക്കും പോകാൻ വിടില്ല. ഞാനും പോകില്ല. അവളെ നോക്കി ഒന്ന് ആത്മഗതിച്ചുകൊണ്ട് എഡ്ഡിയും അവൾ കിടന്നതുപോലെ ഫേസ് ടു ഫേസായി ആ ടേബിളിൽ തലവെച്ച് കിടന്നു. അവളെ നോക്കിയിരിക്കാനും ഒരു സുഖം തോന്നി അവന്. എന്നാൽ അവളെ നോക്കിയിരിക്കവേ കുറച്ചു നേരം കഴിഞ്ഞതും ആരു ഉറക്കിൽ എന്തോ പറയുകയും വിതുമ്പുകയും ചെയ്യുന്നത് കണ്ട എഡ്ഡി അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു, എന്താണ് പറയുന്നത് എന്നറിയാൻ. നന്ദേട്ടാ, എന്നെ വിട്ടു പോകല്ലേ. അവൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് നിന്ന എഡ്ഡിയുടെ മുഖം സംശയം കൊണ്ട് ഒന്ന് ചുരുങ്ങി. ആരാണ് ഈ നന്ദൻ എന്നറിയാതെ അവൻ ആകെ അസ്വസ്ഥനായി. എന്തുകൊണ്ടോ അവളുടെ നാവിൽ നിന്നും വേറൊരുത്തൻ്റെ പേര് അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ആകെ ഒരു ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അറിയാതെ കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകളിലായിരുന്നു ആരു. നന്ദേട്ടാ, ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ എൻ്റെ പ്രാണൻ. അവളിൽ നിന്നും ആ വാക്കുകൾ ഉതിർന്നു വീണപ്പോൾ ഒരു നിമിഷം അവിശ്വാസത്തോടെ എഡ്ഡി അവളെ നോക്കി. ആ വാക്കുകൾക്ക് അവൻ്റെ ഹൃദയത്തെ തന്നെ മുറിപ്പെടുത്താൻ കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് വേറൊരാളെ ഇഷ്ടമാണോ? അതുകൊണ്ടാണോ അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞത്? അപ്പോൾ എനിക്കും ഇഷ്ടമല്ലേ? എൻ്റെ ജീവനല്ലേ ഇവൾ. തലമുടിയിൽ കൈവിരൽ കോർത്തു പിടിച്ചുകൊണ്ട് അവൻ എന്തൊക്കെയോ സ്വയം പറഞ്ഞു. എന്നിട്ടും നിയന്ത്രിക്കാനാവാതെ വന്നതും അവൻ ആ റൂമിൽ തന്നെയുള്ള ഒരു കുഞ്ഞു മുറിയിലേക്ക് കയറിപ്പോയി. ഡാഡിയുടെ കൂടെ ഓഫീസിൽ വന്നാൽ അവൻ ഉപയോഗിക്കുന്ന മുറിയാണത്. വേഗം പോയി അവിടെയുള്ള ഷെൽഫിൽ നിന്നും വലിയൊരു വോഡ്കയുടെ കുപ്പി കയ്യിൽ എടുത്തുകൊണ്ട് അവൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നു. ഇത് കുടിച്ചാൽ ഇന്നലത്തെ പോലെ ബോധമില്ലാതെ ഓരോന്നും ഞാൻ ചെയ്തു പോകും. പക്ഷെ ഇതിപ്പോൾ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതിനേക്കാൾ നല്ലത് കുടിക്കുന്നതാണ്. അതും പറഞ്ഞുകൊണ്ടവൻ ഒറ്റയടിക്ക് ആ കുപ്പിയിലുള്ളത് മുഴുവനും കുടിക്കാൻ തുടങ്ങി. ഇതേ സമയം എന്തോ ഒരു ശബ്ദം കേട്ട് ഉറക്കിൽ നിന്നും ഞെട്ടിയുണർന്ന ആരു അവിടെ ഒട്ടാകെ നോക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് കണ്ടതും മുഖം ഒന്ന് തുടച്ചുകൊണ്ട് അവൾ വീണ്ടും ജോലി തുടർന്നു. ബൊമ്മക്കുട്ടി. എന്നാൽ പെട്ടെന്ന് തന്നെ ആടി പുറത്തേക്ക് വന്ന എഡ്ഡി ചെയറിൽ എഴുന്നേറ്റിരിക്കുന്ന ആരുവിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവൾക്കരികിൽ പോയിരുന്നു. ആരു ആണെങ്കിൽ അവൻ്റെ ആടിക്കൊണ്ടുള്ള നിൽപ്പ് കണ്ട് ചെകുത്താൻ കുരിശു കണ്ട കണക്കെ എങ്ങോട്ടോടണം എന്നറിയാതെ നിന്നുപോയി.